അസ്സാം വലൈക്കും വറഹമത്തുള്ള. അലസ്ലാം. മെൽ ടോക്സിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ മെൽ ടോക്സിന്റെ പുതിയ എപ്പിസോഡിൽ നമ്മളോടൊന്ന് സംസാരിക്കുന്നത് ഷാഹുൽ മാഷ് കോട്ടക്കലാണ്. നമുക്കറിയാം, മുമ്പ് കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിൽ ലെക്ചർ ആയിരുന്നു സാറ്. അപ്പോൾ സാറ് ലൈഫ് എങ്ങനെയാണ് സൗദിയിൽ എത്തിപ്പെട്ടത്, ലൈഫ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. ശരിക്കും ഞാന് ഒരു ഭയങ്കര തമാശയാണ് എത്തിപ്പെട്ടത്. തമാശ എന്ന് പറയുകയാണെങ്കിൽ ഞാന് പഠിച്ചത് എൻ്റെ ഡിഗ്രി, പി ജി ഡിപ്ലോമ ഒക്കെ അലീഗർ യൂണിവേഴ്സിറ്റിയിലാണ്. അങ്ങനെ അലീഗർ യുണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അങ്ങനെ ഞാൻ അവിടുന്ന് കഴിഞ്ഞ ഉടനെ BEd ജോയിൻ ചെയ്ത ഉടനെ തന്നെ പറപ്പൂർ IU ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് തന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സുകൾ സൗദി കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ വിളിക്കും, നീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓൾറെഡി ഇവിടെ വർക്ക് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ. പക്ഷെ ഞാൻ ആ താല്പര്യം കാണിച്ചില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഡൽഹിയിൽ വെച്ചിട്ട്, അശോക ഹോട്ടലിൽ വെച്ചിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് എൻ്റെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, റൈഹാൻ ഖാൻ അറിയും. അപ്പോൾ ഇപ്പൊ അവന് അലിഗർ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യും. അവൻ എന്നോട് പറഞ്ഞു, ഈ ഇന്റർവ്യൂക്ക് നീ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇനിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആരോടും പറയാതെ എന്ത് ചെയ്തു, ഞാൻ നേരെ ഇവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രെയിനിൽ പോയി ഡൽഹിയിൽ ചെന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് അശോക് ഹോട്ടലിലേക്ക് പോയത്. അവര് തടുത്ത്, ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്, ഓട്ടോ ഉള്ളിലേക്ക് വിടാതെ അവിടുന്ന് ഇറങ്ങി ഞാൻ നേരെ അവിടെ ചെന്നു. എന്നാൽ ഷൂ ഒക്കെ നല്ല ചളിയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ വാഷ്റൂം ഉപയോഗിക്കാണ്ട് അവിടെ ബോഡി സ്പ്രേ ഉണ്ട്, അത് ക്ലീൻ ചെയ്തിട്ട് അപ്പൊ തന്നെ അവിടെ ഇന്റർവ്യൂ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇന്റർവ്യൂക്ക് സെലക്ട് ചെയ്യില്ല. എന്നിട്ട് അവര് ഈ ഹോട്ടലിനുള്ളിൽ കയറിയത് മുതൽ അവര് CCTV നിങ്ങൾ നമ്പർ പോയിന്റ് ആക്കിയിട്ട് ഒരു 10-300 പേരുണ്ട്. അവരെ 7-8 പേരാണ് അവര് സെലക്ട് ചെയ്യുക. ഞാൻ ഇന്നലെ വലിയ പ്രതീക്ഷ ഒന്നും. അങ്ങനെ ഇന്റർവ്യൂല് 3-4 പേരുണ്ട്. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ PG ഡിപ്ലോമ ലിംഗ്വിസ്റ്റിക്കലായിരുന്നു PG ഡിപ്ലോമ ചെയ്തത്. അപ്പൊ അവരെന്ത് ചെയ്ത്, പിന്നെ അതൊക്കെ നോക്കി ഒരു 40 മിനിറ്റോളം ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നേ അവർ പറഞ്ഞു, ചെക്ക് യുവർ പാസ്പോർട്ട്. അവിടുന്ന് വെച്ചിട്ട് തന്നെ പറഞ്ഞു പാസ്പോർട്ട് ഇല്ല. അപ്പൊ അവര് വെച്ചു, ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം പാസ്പോർട്ട് കൊണ്ടുപോയാലും ഓക്കെ, ഡസൻ മാറ്റർ, പാസ്പോർട്ടിന് കോപ്പി തരാൻ പറഞ്ഞു. ഞാൻ കോപ്പി എടുത്തില്ല. നിങ്ങൾ ഒത്തിരി സീരിയസ് അല്ലേ, പാസ്പോർട്ടിന്റെ കോപ്പി ഇല്ല, ഒറിജിനൽ ഇല്ല അല്ലേ, പിന്നെ നിങ്ങളെ മെയിലിൽ എന്തിലും ഉണ്ടോ ചോദിച്ചു. ഒന്നുമില്ല. പാസ്പോർട്ട് നമ്പർ അറിയിച്ചു. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പളാ പറയുന്നത്. അതായത് പാസ്പോർട്ട് എന്റെ ലൈഫിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്റെ പേരില്. അപ്പൊ ഇത് ക്വാളിഫൈഡ് ആകണമെങ്കിൽ പാസ്പോർട്ട് അതല്ല, നമുക്ക് വിദേശ യാത്ര പോകണ പാസ്പോർട്ട് വേണ്ട. ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അവനെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തു അറിയാൻ വേണ്ടി പോയതാണ്. എനിക്ക് ലൈഫിൽ പാസ്പോർട്ട് എടുക്കാത്ത സമയമായിരുന്നു. ഞാന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ അവര് ഭയങ്കര ചിരി. അപ്പൊ അവരെന്നോട് ചോദിച്ചു, എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റും? നമ്മൾ തത്കാലിൽ അപ്ലൈ ചെയ്താൽ എനിക്കൊരു 2 ആഴ്ച കൊണ്ട് പാസ്പോർട്ട് കിട്ടുന്നു. അപ്പൊ അവർ ഉടനെ എന്ത് ചെയ്തു, അവരെ പിന്നെ സാലറി പിന്നെ പാക്കേജ് എല്ലാം കാണിച്ചു, ഇതിന് റെഡി ആണെങ്കിൽ സൈൻ ചെയ്യും, ഞങ്ങളിത് മിനിസ്ട്രിയിൽ കൊടുക്കും, 7 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യും, അവര് വിസയും കാര്യങ്ങളും അയച്ചു. അങ്ങനെയാണ് സൗദിയിലേക്ക്. സാറിന്റെ ലൈഫില് പിന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും? എനിക്ക് എന്താവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ ആകെ ഡിസോർഡർ ആയിരുന്നു. ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും. പിന്നെ ഞാന് എൻ്റെ ഒരു വൈത്തിരി ഉണ്ടായത്, ഞാൻ 10ാം ക്ലാസ് ആകെ ഉഴപ്പി ആകെ ഇതായിട്ട് ഞാൻ മർക്കസിലെ ആർട്സ് കോളേജിലാണ് എന്ത് ചെയ്തത്, പഠിച്ചോളാം. അല്ല, ഞാൻ PDCക്ക് ചേർന്നു. ആ PDCക്ക് ചേർന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നേക്കിന് എൻ്റെ ജ്യേഷ്ഠൻ അവിടുന്ന് പഠിച്ചറിയാം. അപ്പൊ അവിടെ 3 വർഷം, 2 വർഷമാണ് PDC, പക്ഷെ അവിടെ 3 വർഷമാണ് PDC. ഒന്ന് പിന്നെ പ്രീ ഇയർ, പിന്നെ +1 +2 അങ്ങനെയാണ്. PDC 3 വർഷം. 1 വർഷം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ ജ്യേഷ്ഠന് നല്ല പേരായിരുന്നു. അപ്പൊ അവിടെ ആ വർഷം പഠിച്ചു പോയിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പറഞ്ഞു, മുജീബ് കോട്ടക്കലിന് അനിയന്, മുജീബ് കോട്ടക്കലാണ്. അപ്പൊ നമുക്ക് ഇനി ജ്യേഷ്ഠന്റെ മോശം. ഞാൻ പിന്നെ ആ ഒരു
ആദ്യത്തെ വർഷം തരും നന്നായിട്ട് കഠിനാധ്വാനിച്ചു എല്ലാ ലാംഗ്വേജും ഒക്കെ. അപ്പോൾ ഭയങ്കര നമുക്ക് നമ്മളെ ഉയർച്ചകൾ. അതായത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്ത് 30 പോസ്റ്റ് ഇതുള്ളത് സീറ്റുള്ളത് 30ാമത്തെ ആളായി കിട്ടി. മാഷാ അല്ലാ. പിന്നെ അതൊക്കെ ഒരു കഥയാണ്. വീട്ടിലേക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റുന്ന അനുഭവം വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നിലക്കും എന്നെ എന്തേല അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കൂല. അപ്പോൾ ഒരു ഓഗസ്റ്റ് 13-ാം തീയതിയാണ് എനിക്ക് ഈ പേപ്പർ കിട്ടിയത്. 16-ാം തീയതി 3 മണിയാകുമ്പോഴേക്കും അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അഡ്മിഷൻ ക്യാൻസൽ ആവണം. വീട്ടിൽ നിന്ന് നിലക്കും സംബന്ധമില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോകുന്നതാണ്. അങ്ങനെ എൻ്റെ ഉമ്മ എന്ത് ചെയ്തു, ഉപ്പാക്ക് വിളിച്ചാൽ ഒരു 4-5 പേര് എൻ്റെ കൂടെ അയച്ചു. എൻ്റെ ജ്യേഷ്ഠനെ, അമ്മായിയുടെ മകന്, ജ്യേഷ്ഠൻ്റെ പിന്നെ ഇളാപ്പ ഇവരെല്ലാവരും. ഇവർക്ക് പ്ലാനിങ് എന്താ വെച്ചെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആ 16-ാം തീയതി 3 മണിക്ക് അഡ്മിഷൻ എടുക്കാതെ എങ്ങനെയെങ്കിലും ക്യാൻസൽ ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ ഇവിടുന്ന് പോയി 16-ാം തീയതി രാവിലെ 11:30 മണിക്ക് ആഗ്രയിൽ ട്രെയിൻ എത്തി. അവിടുന്ന് 3.5-4 മണിക്കൂറുണ്ട് അലിഗഡിലേക്ക് ടാക്സി. ഇവർ പറഞ്ഞു നമ്മൾ ഇറങ്ങിവിടെ നമ്മൾ താജ്മഹൽ കാണാൻ പോലെ 4 മണിക്കൂറോടെ നീ ബാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു നൽകും താജ്മഹൽ എനിക്ക് അഡ്മിഷൻ എടുക്കണം. അങ്ങനെ എന്ത് ചെയ്ത് ഇവര് പിന്നെ ഞാനൊരു ടാക്സിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി. അയാൾ മാക്സിമം സ്പീഡിൽ വിട്ട് അവിടെ എത്തി. ഒരു റൈംസാറുണ്ട് മ്യൂസിയോളജിയിലെ പിന്നെ മെയിൻ ഹെഡാണ്, ചെയർമാനോ ആ ചെയർമാനാണ്. ഇപ്പോൾ മൂപ്പര് മുഖേന അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞേക്കിന് ഒരു 2-3 ദിവസത്തെ പ്രൊസീജിയറാണ് അഡ്മിഷൻ. അതെടുത്ത് കഴിഞ്ഞേക്കിന് എന്ത് ചെയ്തു, ഇവർക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ എന്ത് ചെയ്തു, നൽകു നിർത്താനാവില്ല. ഇവരവിടുന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു ട്രെയിനിൽ ഒരു ഇപ്പോൾ ഓർമ്മ ഉണ്ട്, വടകരയുള്ള ഒരു ബാലകൃഷ്ണൻ നായരാണ് ഇവരുടെ പേര്. മൂപ്പര് പരിചയപ്പെട്ടു, മിലിറ്ററിയിലെ ഓഫീസർ. ഇതിനോട് എന്താ എൻ്റെ ടെൻഷൻ വെച്ചിരിക്കുന്നത്, പറഞ്ഞു ഞാൻ ഇങ്ങനെ അഡ്മിഷൻ എടുത്താണ് നിന്നെ തിരിച്ച് പിടിച്ച് കൊണ്ടുപോകണേ. അപ്പോൾ മൂപ്പര് അന്ന് ലാൻഡ് ഫോൺ നമ്പറാണ്. മൂപ്പര് നമ്പർ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോവും ആഗ്രഹിക്കുന്നത്. നീ എൻ്റെ കൂടെ വന്നാൽ നിന്നെ ഞാൻ അവിടെ അലിഗഡിലേക്കുള്ള ബസ് കയറ്റി തരാറ്. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഇയാളെ പിടിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്ത് ഞാൻ തിരിച്ച് മൂപ്പരെ കൂടെ പോയി. മൂപ്പര് നല്ലൊരു പട്ടാളക്കാരനായിരുന്നു. മൂപ്പര് പിന്നെ അലിഗഡിലേക്ക് ബസ് കയറ്റി അങ്ങനെയാണ് അലിഗഡിലെത്തുന്നത്. ആ ഒരു കണക്ഷനിലൂടെയാണ് ഞാനിങ്ങനെ പിന്നെ അലിഗഡ് പിന്നെ സൗദി കിങ്കാലിദ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. പക്ഷെ ലൈഫിൽ നമ്മൾ പറഞ്ഞില്ല, നമുക്ക് എൻ്റെ ഗ്രാഫ് പിന്നെ എന്താ വെച്ചാൽ SLC ഒക്കെ ജസ്റ്റ് പാസ്സാണ്, ആകെ ഉഴപ്പിക്കാനാണ് ആ പാസ്സാവലൊക്കെ. അവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒരു 58% PDCക്ക്. ഡിഗ്രിക്ക് പിന്നെ എൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊന്നും എൻ്റെ പാരൻസ് അറിഞ്ഞില്ല. ഡിഗ്രിക്ക് എനിക്ക് 62%. അത് പിന്നെ ഇങ്ങനെ കയറി. പിന്നെ PG ഡിപ്ലോമയിൽ എനിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടാവും, ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ BEdന് കോളേജിലെ സെക്കൻഡ് ടോപ്പറായിരുന്നു മലപ്പുറം MCTയിലെ. സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞ അങ്ങനെ കയറി. ഇപ്പൊ മലപ്പുറം MCTയില് ഞാൻ ഇംഗ്ലീഷ് ഓപ്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടോപ്പറാണ് ഞാൻ. അപ്പൊ നമ്മള് 10ാം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായ ഒരാള് നമ്മൾ പിന്നെ നമ്മൾ ഇവിടെ എന്താ എൻ്റെ പാരൻസ് എന്നെ ഗൈഡ് ചെയ്യാണ്ടായിട്ടില്ല. പിന്നെ ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ നമുക്കെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിങ്ങനെ ഗൈഡ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അതാണ് നമ്മളെ സാറേ ഷാഹുൽ മാഷ ലൈഫ് പറയുമ്പോഴേ സാറെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൾച്ചർ സാറെ എവിടുന്നാണ് പഠിച്ചത്? ബേസിക്കലി ഞാൻ പറഞ്ഞില്ല മർക്കസിന്റെ ആർട്സ് കോളേജ്. എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് ഞാൻ AP ഉസ്താദിനായിട്ട് കൂടുതൽ അടുക്കുന്നത് അടുക്കുന്ന വെച്ചാൽ കോട്ടയ്ക്കിൽ ഒരു ഇച്ചില് വന്നിരുന്നു ഞാൻ പഠിക്കുന്നതാണ്. അപ്പൊ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉസ്താദിന് വേണ്ട നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ നല്ല ബന്ധമായിരുന്നു. ഉസ്താദിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ അലിഗഡിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഉസ്താദും MA ഉസ്താദും പിന്നെ ഒരു ടീമായിട്ട് അവിടെ അലിഗഡിൽ വന്നു. നമ്മൾ സാജിദ ഉമ്മറാജൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് കുട്ടികളെല്ലാവരും പൈസ കളക്ഷനൊക്കെ എടുത്താൽ ഇവർക്ക് നല്ലൊരു ഫുഡ് രാത്രി ഉസ്താദ് ആ പൈസ കൊടുക്കാനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ നല്ലൊരു ബന്ധമായിരുന്നു. പക്ഷെ എൻ്റെ അവിടെ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ അലിഗഡ് പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ കോഴിക്കോട് നിന്ന് ഹക്കീം ഉസ്താദിനെ കണ്ടു. ഹക്കീം ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ ഉസും മർക്കസിലേക്ക്. അപ്പൊ എന്നോട് മർക്കസിൽ വരണം.
പക്ഷെ അത് നമ്മളെ ആ സ്ഥാപനത്തെ പഠിച്ച നമുക്ക് അവർ തരുന്ന ഒരു വാല്യൂ അന്ന് മനസ്സിലാക്കി. ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ എന്നോട് അന്ന് മർക്കസിന്റെ ഇന്റർനാഷണൽ സ്കൂളില് പിന്നെ എന്റെ ഇൻചാർജ് ആയിട്ട് എടുക്കാൻ വേണ്ടി അന്ന് ആരും ലീവ് പോകുന്നുണ്ട്, അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അല്ല, ഞാൻ ആകെ ഷോക്കായ ഒരു സംഭവം. കാരണം വെച്ചാല് നമുക്ക് ആ വാല്യൂ അവര് നൽകുന്നുണ്ട്. പിന്നെ പൊതുവെ നമുക്ക് അന്ന് മുതലേ ഉസ്താദുമാരായിട്ടുള്ള ഒരു കണക്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പിന്നെ കോട്ടക്കലുള്ള നമ്മുടെ പിന്നെ പറപ്പൂർ ബാപ്പൂസ് ഏറ്റവും കൂടുതൽ ഭാവസ്ഥാദ് ഇതൊക്കെയായിട്ടുള്ള ഒരു നമുക്കൊരു ബന്ധം അവരൊക്കെ ലൈഫില് ബാബുസാഹിന്റെ കഥകളൊക്കെ മാഷ ലൈഫിലായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തിൽ എനിക്ക് പിന്നെ വലിയൊരു അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് 2 പിന്നെ പെൺകുട്ടികളായിരുന്നു. മൂന്നാമത്തെ കുട്ടി പ്രഗ്നന്റ് ആയ സമയത്ത് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഒഴിവാക്കണം. അങ്ങനെ ഞാൻ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പ്രഗ്നൻസി മുന്നോട്ട് പോകില്ലെന്ന്. ആ സമയത്ത് ഞാൻ ഉസ്താദിനെ പോയി കണ്ട. ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എത്ര കുട്ടികളായി? ഇത് പെൺകുട്ടികളാണ് ഉസ്താദ്, എന്നെ ഒഴിവാക്കണ്ട. ഉസ്താദിനെ എന്താ വെച്ചാല് നമുക്ക് വന്നിട്ട് മകനെ ബർത്തിൽ പ്രസവിച്ച സമയത്തൊക്കെ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോയ സമയത്ത് ഉസ്താദിൻ്റെ അടുത്ത് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടും. നമുക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതുപോലെ ഉസ്താദ്മാരായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളാണ്. അതേപോലെ തന്നെ അതിൽ വരും തലമുറയെ ഇപ്പൊ ഒന്ന് അവർക്ക് ഉസ്താദുമാരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. നമ്മള് ഇതിൽ സത്യാവസ്ഥ എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു പേഴ്സൺ മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കും. നമ്മൾ കുറച്ചുകൂടി മെച്ചോർഡായ സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഏറ്റവും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സൗദി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്ത ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് യൂറോപ്യൻസും UK, കാനഡ, പിന്നെ ന്യൂസിലാൻഡ് ഇവിടെ നിന്നൊക്കെയുള്ള ആളുകൾ. പക്ഷെ അവര് വന്ന് അവര് മുസ്ലിമായ ചിലപ്പം മതം മാറിയ ആളുകളുണ്ടാവും, ചിലപ്പോൾ മുസ്ലിമായ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിമായ ആളുകൾ. പക്ഷെ അവരെല്ലാം ഭയങ്കര പക്കായിരുന്നു. അവര് യഥാർത്ഥ വാല്യൂ ആ റിലീജിയൻ എന്താണെന്ന് മനസ്സിലാക്കി വന്ന അവരെ പെരുമാറ്റത്തില്, അവരുടെ സംസാരത്തില്, അവരെതിലും നമ്മൾ കുറെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പല ആൾക്കും അവരുടെ ക്യാരക്ടറിൽ അങ്ങനെയുള്ള കുറെ അല്ല അതില് ഒക്കെ ഏറ്റവും നിസ്കാരം കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഒരു നല്ല മുഅ്മിന് എന്ന് പറയുമ്പോ അഹ്സനുഹും ഖുലുഖൻ, സ്വഭാവം നന്നാക്കിയ ആളാണ് ഏറ്റവും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഉസ്താദ്മാരെ ഇവിടെ കണ്ടാലും അത് ഏത് ഉസ്താദായാലും AP ആണെങ്കിലും EK ആണെങ്കിലും അതായത് ഇനിയിപ്പോ ഇസ്ലാമികത മാത്രമല്ല കേട്ടോ, ഞാൻ ഒരുപാട് സ്വാമിമാരെ നല്ല ബന്ധം. അവരെ ആശ്രമത്തിൽ ഞാൻ പോലുണ്ട്, കാണലുണ്ട്, ഇതുണ്ട്. അതായത് ഏത് റിലീജൻ ആണെങ്കിലും അതിന്റെ പിന്നെ അതിന്റെ പണ്ഡിതന്മാര് ഇസ്ലാമിക ആണെങ്കിലും ഹിന്ദുസിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരെ നിന്നിട്ട് നല്ല വാല്യൂസ് കിട്ടും. നല്ല വാല്യൂസ് അവർക്ക് കിട്ടും. ഞാൻ ഒരുപാട് യാത്ര നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ഒരുപാട് സിഖുകാരുടെ ഗുരുദ്വാരയിൽ ഇതുണ്ട്. അവരുടെ നിന്ന് കുറെ കാര്യങ്ങളുണ്ട്. ബുദ്ധമതക്കാരെ അടുത്ത് പോയിട്ടുണ്ട്, അവരിത് പോയിട്ടുണ്ട്. ഒരുപാട് ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട്. അവരായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാല്യൂസ് കിട്ടും. അതേപോലെ പണ്ഡിതന്മാർ ഞാനിപ്പോ എവിടുന്നു ഇപ്പൊ കോട്ടക്കൽ ഞങ്ങള് ഡെയിലി രാവിലെ ചായ കുടിക്കുന്ന സ്ഥലമുണ്ട്. ചില മാസങ്ങൾ 1-2 വർഷം കോട്ടൂർ ഉസ്താദ് വരും. അത് വണ്ടിയിലാണ് ഇരിക്കല്. ചായ പോയി ഒന്ന് സംസാരിക്കും. അവരിന്ന് കിട്ടുന്ന ആ ഒരു വെളിച്ചം ലൈഫില്. പിന്നെ ഇപ്പോ നമ്മുടെ മെല്ലിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ, ഒരു പാരന്റ്സ് എപ്പോഴും അവരുടെ മക്കള് നന്നാകണം അല്ലെങ്കിൽ വാല്യൂ ഉള്ള ആളുകളാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ നമ്മളെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ വളർന്നു വരുന്ന ഒരു പിന്നെ കമ്മ്യൂണിറ്റിയോട് മാഷ്ക്ക് കൊടുക്കുക. ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റി ലോകറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് പരിചയമുള്ള ഒരാളാണ്. ആ രീതിയിൽ നമ്മുടെ പാരന്റ്സിന് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്താ? കുട്ടികളുടെ പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തി അവനുള്ള ത്രൂ ഔട്ട് ലൈഫിൽ ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രൊഫഷനും അവൻ്റെ പാഷനും ഒന്നായിരിക്കും. പല ആളുകളും പാരൻസ് നിർബന്ധിച്ചിട്ട് അവൻ്റെ പാഷൻ ഇല്ലാത്ത വേറൊരു ഫീൽഡ് അവനെ ജോലി ചെയ്യും. ഒരു കാരണവശാലും അവനത് ഫുള്ളി ഇൻവോൾവ്ഡ് ആവില്ല, അവന് ഹാപ്പിനെസ് ഉണ്ടാവില്ല, ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ട് ജോലി ചെയ്യും. അത് അവൻ്റെ ഫാമിലി ലൈഫിൽ, അവൻ്റെ മക്കളിൽ, എല്ലാറ്റിലും അതിൻ്റെ റിസൾട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ സ്വയം നമ്മുടെ പാഷനായ ഒരു കാര്യം നമുക്ക് ജോബായി കിട്ടുമ്പോൾ നമ്മളത് ഇൻവോൾവ് ആവുമെന്ന് അറിയില്ല, നമ്മുടെ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം അറിയില്ല.
അത് മാനേജുള്ള സ്കില്ലിലൊക്കെ ചെയ്യാൻ അവൻ്റെ ഫുള്ള് പൊട്ടൻഷ്യൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഇതായിരിക്കും. അപ്പോൾ എപ്പോഴും പാരൻസ് വേണ്ടത് നമ്മളെ മക്കളുടെ ക്വാളിറ്റീസ്, അവരുടെ പിന്നെ സ്കില്ല് എന്താണ്, ആ സ്കില്ല് തിരിച്ചറിഞ്ഞിട്ട് അവനെന്താ സ്കില്ല് ആദ്യം ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. നമ്മൾ WHO പറയുന്ന 10 സ്കില്ലുകളുണ്ട്. അപ്പോൾ ആ 10 സ്കില്ല് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കില്ല. അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒരുപാട് പിന്നെ ഗ്രൂപ്പ് ഗെയിമുകൾ കളിച്ചിരുന്നു. പല ഈ വീക്കെൻഡുകളിലൊക്കെ കൂട്ടായിട്ട് പല ഗെയിമുകളും കളിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ അറിയാതെ കുറേ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ന്യൂറോ മസ്കുലർ കോർഡിനേഷൻസ്, ഇതൊക്കെ കിട്ടിയിരുന്നു. ഇതൊന്നും കിട്ടുന്നില്ല. മൊബൈലിൽ അഡിക്ഷൻ ആയിക്കാൻ റൂമിലുള്ള കാണും ഇങ്ങനെ അവരുടെ ലോകം ക്ലോസ്ഡ് ഇതിലേക്ക് വന്നു. ഓപ്പൺ മൈൻഡൊന്നും ഓപ്പൺ അല്ല, ക്ലോസ്. ഇങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ WHO പറയുന്ന സ്കില്ലുകൾ പ്രധാനപ്പെട്ടാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ക്രിറ്റിക്കൽ തിങ്കിങ്, പിന്നെ അതുപോലെ ഡിസിഷൻസ് മേക്കിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ കുട്ടികൾക്ക് നമ്മൾ പാരൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവൻ്റെ പാഷൻ എന്താ പറയുക, ഞാൻ അതില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ഡയഗ്നോസ് മറ്റേതുണ്ട്, നമ്മളെ ടെസ്റ്റ് ഉള്ളതാണ്, എന്താ പറയാ, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ അവരെ കിട്ടും നമുക്ക്, അവൻ്റെ ഏത് ഫീൽഡിലൊക്കെ പോകേണ്ടതെന്ന്. അതനുസരിച്ച് അവന് ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കുട്ടികളിൽ നല്ല വാല്യൂസ് ഉണ്ടാക്കാൻ നോക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അവർക്ക് അവരുടെ പാഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പം എന്ത് ചെയ്യുക, കുട്ടികളെ നമ്മൾ സ്കഫോൾഡ് ചെയ്താൽ മതി, അവരുടെ കൂടെ ഒരു കൈത്താങ്ങ് കൊടുത്താൽ മതി. ആ കുട്ടികൾ നല്ല ചാനലൈസ് ചെയ്യുക. കുട്ടികളെ പഴയ പോലൊന്നും കുട്ടികളുടെ ചീത്ത പറയാൻ ശകാരം ഇതൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരെ കൂടെ നിന്ന് അവരെ പാഷൻ ഷോർട്ട് ടെമ്പേർഡ് ആണ് കുട്ടികൾ. കാരണം വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് മുന്നേ പിന്നെ ഒരു 20-21 മിനിറ്റ് ഒക്കെ അറ്റൻഷൻ സ്പാൻ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ് ഇപ്പോൾ എത്ര 3-4 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അവൻ ഷോർട്സിൻ്റെയും റീൽസിൻ്റെയും കാലം ഒക്കെ ചുരുങ്ങി വരുന്നത്. വേഗം മൈൻഡ് ഇതായി പോകുന്നു. അതിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. പാരൻസ് നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുക. വായനയൊക്കെ കുറഞ്ഞു, റീഡിങ്സ് ഇല്ല. പിന്നെ നല്ല പണ്ട് കണ്ട മുത്തശ്ശി കഥകളൊക്കെ കിട്ടിയിരുന്നു. പ്രായ ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിരുന്നു. അവരെ കൂടെ ഇരിക്കുമ്പോൾ കുറേ എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു. ഇതൊന്നും കിട്ടുന്നില്ല കുട്ടികൾക്ക്. ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലികളായി. അപ്പോൾ ഇവർക്ക് പിന്നെ മുത്തശ്ശിമാരിൽ കിട്ടുന്ന അനുഭവങ്ങൾ കിട്ടുന്നില്ല. ഈ വീക്കെൻഡുകളിൽ പാടത്തിലും പറമ്പിലും പോയി കളിക്കുന്നില്ല. നല്ല അവരെ മസിൽസ് ഒക്കെ വീക്കാണ്. ഇതിനുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കണം. ഷാഹുൽ മാഷ് ഇപ്പോൾ കറന്റ്ലി ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ പല ഏജിലുള്ള ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളെ അഭിമുഖീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് പാരന്റ്സ് പ്രത്യേകിച്ച് 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലൊക്കെ സാറ് ക്ലാസ് എടുക്കുന്നുണ്ടാകും. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കറക്റ്റ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഒരു കുട്ടി എങ്ങനെ ആകണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ തോട്ടൊക്കെ മാറ്റുണ്ടാവും. കുട്ടികള് പഴയ പോലുള്ള കുട്ടികളല്ല, ഡിഫറെന്റ് ആണ്. ഓരോരുത്തരും ഡിഫറെന്റ് ലെവലാണ്. ഇവരെ നമ്മളെന്താ വെച്ചാൽ വളരെ നമ്മളെ, കാരണം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇതിന് ശ്രദ്ധ മാറും. വീണ്ടും ഇവരെങ്ങനെ ലൈവാക്കി നിർത്തണം കുട്ടികൾ. കാരണം ഇവരുടെ മിക്ക ആളുകളും ഈ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റൊക്കെ കാണുന്ന ഓൺലൈൻ ക്ലാസ് തന്നെ ഭയങ്കര ശ്രദ്ധയായിരിക്കും. അപ്പൊ അതിലാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആളുകൾ ചെയ്യാം. പക്ഷെ ഈ ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്ന ആളൊക്കെ ആ ഒരു വീഡിയോക്ക് വേണ്ട എനർജി, നമുക്ക് രാവിലെ വൈകുന്നേരം വരെ അതേ എനർജി ക്ലാസ് കഴിക്കും. പക്ഷെ നമ്മൾ എന്നാലും ആ ഒരു ലെവലിലുള്ള പിന്നെ ഓഡിയൻസ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ കുറെ സ്ട്രാറ്റജീസും നമ്മളെ മെത്തേഡ്സുകളും റിസോഴ്സുകളൊക്കെ വ്യത്യാസമായിട്ട് അവരെങ്ങനെ ലൈവാക്കി നിർത്തണം. ഇത് കുട്ടികളെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിക്കൊണ്ട് നമ്മൾ ഈ സ്പ്രിങ് ഒക്കെ ഉണ്ടാവില്ല, ഓവറായി പ്രസ് ചെയ്ത് വിട്ടാൽ ഞാൻ കൊണ്ടുപോയില്ല. ഓവർ പ്രസ് ചെയ്യണ്ട, അവരെ കൂടെ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ഇതിൽ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് അവരെ എന്നാല് ചില സ്ഥലത്ത് നമ്മൾ ഗൈഡ് ചെയ്യണം, അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കണം. നമ്മളൊരു അവരിങ്ങനെ പിന്നെ ഓവർ കൺട്രോൾ ചെയ്യാതെ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിക്ക് ചെയ്യും. നല്ല കഴിവുള്ള കുട്ടികളൊക്കെ കപ്പാസിറ്റി നല്ലോണം. പക്ഷെ അവനെ ഒപ്പം നിന്ന് ചാനലൈസ് ചെയ്യണം. ഇപ്പോ സാർ അനുഭവത്തില് ഇപ്പോ സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഈ ഡ്രഗ്സ് ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിൽ വരെ വലിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പാരന്റ്സ്
നമ്മുടെ മക്കൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതിൽ പോയിട്ട് വീഴാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നമ്മുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഒരുവിധം ഞാൻ എപ്പോഴും ഞാനൊരു 10ാം ക്ലാസ് ക്ലാസ് ചാർജുള്ള ആളാണ്. ഞാൻ എപ്പോഴും പാരൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഒന്ന്, കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഏതൊക്കെ അക്കൗണ്ടുകളുള്ളത്, ഏതിലൊക്കെ അവരെ അക്കൗണ്ടുകളുള്ളത്, അവർ ഏതൊക്കെ ഗ്രൂപ്പിലാണ്, ഇൻസ്റ്റയിൽ ഏതൊക്കെ ഗ്രൂപ്പിലെങ്കിലും മെമ്പറാണോ അത് നോക്കണം. അവരുടെ ഫ്രണ്ട് സർക്കിൾ ആരാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവരാരൊക്കെ കൂടെ കറങ്ങുന്നത്, ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നത്, ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. രാത്രി 10 മണിൻ്റെ ശേഷം ഫോൺ കൊടുക്കാതിരിക്കുക. ഒറ്റക്ക് ഉറങ്ങുന്ന ആ കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഫോൺ അവർക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ അവരോട് പറയുന്നത്, സ്കൂളിലേക്ക് വരുന്ന സമയം വളരെ നേരത്തെ വരുന്നുണ്ടോ നോക്കണം. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് എത്തേണ്ട സമയമുണ്ട്. അതിൽ ഉപരിയായിട്ട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ, അത് അധികം സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. പിന്നെ അവർ കഴിക്കുന്ന ഫുഡ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. നമ്മൾ പലരും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു പിന്നാലെ എല്ലാ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ കയ്യിൽ നിന്ന് പോയതിനു ശേഷം നമുക്ക് കൺട്രോൾ ചെയ്ത് കണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ എവിടെയും എത്തൂല, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇല്ലാതാവുമ്പോഴാണ് കയ്യിൽ നിന്ന് പോകുന്നത്. സാറ് സംസാരത്തിൽ നേരത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിച്ചു. വളരെ ആക്റ്റീവായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സാറുടെ ഫാമിലി മെമ്പേഴ്സ് പലരും ഇന്ന് നമ്മുടെ മദ്രസയിൽ, ഓൺലൈൻ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറുടെ ഒരു എക്സ്പീരിയൻസ്, സാറ് കൃത്യമായിട്ട് പിന്നെ ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്, മെല്ലിൻ്റെ ക്ലാസ്സുകളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ എന്താണ് സാറുടെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് തന്നതാണ്. കാരണം ഞാൻ അതിൽ ഹാപ്പിയാണ്. കാരണം ഇതിൽ എനിക്കറിയാം എൻ്റെ ഫാമിലിയിലുള്ള കുട്ടികളൊക്കെ നല്ല പിന്നെ അറ്റൻറ്റീവാണ്, ക്ലാസ് ഭയങ്കര എനർജറ്റിക്കാണ്. അവർക്ക് ക്ലാസ് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. അവരുടെ ലൈഫിൽ അതിന് മാറ്റമൊന്നും കണ്ടിട്ടുണ്ട്. കാരണം അത് നമുക്ക് ധൈര്യത്തിൽ ഞാൻ അതുകൊണ്ട് ആരെയും റെഫർ ചെയ്യുന്നത് ഇതിലേക്ക്, ഞാൻ പിന്നെ മെല്ലിൻ്റെ ഇതിലേക്ക് ഒരുപാട് പേര് റെഫർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഉപയോഗം മാത്രമല്ല, ടൈം പങ്ക്ച്വലാണ്, ക്ലാസ് എടുക്കുന്ന സമയം പങ്ക്ച്വലാണ്. പിന്നെ അവരെടുക്കുന്ന ടീച്ചേഴ്സാണ് വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് മൾട്ടിമീഡിയ പിന്നെ ആപ്ലിക്കേഷൻസ് ആക്സസ് ഉപയോഗിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അതൊക്കെ നല്ല കുട്ടികൾക്ക് നല്ല എഫക്റ്റ് ആവുന്നുണ്ട്. നമ്മുടെ പലതിലും അത് കിട്ടുന്നില്ല. പക്ഷെ ഇത് കാരണം കുട്ടികൾ ഹാപ്പിയാണ്, അവർ നല്ല. പിന്നെ സാർ അനുഭവത്തിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സാറുടെ മാസിൻ അബുദാബിയിലാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കുട്ടികൾക്ക്, പിന്നെ സാറ് നാട്ടിലുള്ളവർ പഠിക്കുന്നുണ്ട്, സാറ് അണ്ടറിലുള്ള ഒരുപാട് ആളുകൾ, നാട്ടിലുള്ള പരിചയത്തിലുള്ള ആളുകളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, വിദേശത്തുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്നുണ്ട്. ഇവരുടെ മെല്ലിലെ ക്ലാസ്സുകളും ഇവരുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടില്ല, ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മിങ്കിൾ ചെയ്തിട്ട് പോകുന്നുണ്ടോ? കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്? ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഈ ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാർക്കൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ഫ്ലുവൻ്റ് ആണ്. അത് പക്ഷെ നമ്മൾ വേറെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടില്ല. അപ്പോൾ ഈ കുട്ടികളെ അവർക്ക്, കാരണം ഈ കുട്ടികൾ വിദേശത്തുള്ള പല കുട്ടികൾക്കും മലയാളം ശരിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയില്ല. ചില കുട്ടികൾ കേട്ടാലും മനസ്സിലാവില്ല. അവർ ചെറുപ്പം മുതലേ അവിടെ ജനിച്ചു വളർന്നു കൊടുക്കുകയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് പറഞ്ഞ ഇംഗ്ലീഷാണ്. അത് ഈ ഉസ്താദുമാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുട്ടികളും ഫ്രീ ആണ്. പല കുട്ടികളും ഓൺലൈനിൽ നാട്ടിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ്. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നാലാണ് ലേണിംഗ് നടക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ മദ്രസയിൽ തന്നെ പല കുട്ടികൾക്കും മലയാളി സ്റ്റുഡൻസ് ആണ്, പക്ഷെ മലയാളം സംസാരിക്കാൻ അറിയില്ല, പറഞ്ഞാലും വരെ തിരിച്ചറിയാൻ പറ്റാത്ത മക്കളുണ്ട്. അത് അവർക്ക് നല്ല റിസൾട്ട് കേട്ടോ, ഹാപ്പിയാണ്. ഏതായാലും വളരെ സന്തോഷം. കുറഞ്ഞ സമയമാണെങ്കിലും സാറുടെ സജഷൻസ്, ലൈഫ് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള താങ്ക് യു. പിന്നെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിക്കണം. ജസാക്കുമുല്ലാഹ് ഖൈറൻ.